വയറ് ഓക്കെ. അപ്പം ഈ രേണുവിന്റെ വയറ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചുകൂടി പ്രശ്നം. രേണുവിന്റെ വയറിന് ഫാൻസും ഉണ്ടെന്നേ. കുശുമ്പ് കയറിയിട്ടാണ്. ഇവർക്കൊന്നും അത് കിട്ടത്തില്ലല്ലോ, അതില്ലല്ലോ, അതുകൊണ്ട് കുശുമ്പ്. ഇന്നലെ ഒരു ട്രോള് കണ്ടായിരുന്നു, തമന്നന്റെ വയറെന്ന് പറഞ്ഞിട്ട്. എന്റെ ദൈവമേ, ഇനി അത് മതി. അങ്ങനെ ആരും പറഞ്ഞായിരുന്നു? പറയാറുണ്ട്, ഫോട്ടോസിലൊക്കെ പറയുന്നത് ചേച്ചിയുടെ വയറിന് വരെ ഫാൻസ് ഉണ്ടെന്നാണ്. തമന്നയുടെ ഷേപ്പിലുള്ള വയറാണ് എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ഈ ഒരു എല്ലാ ആൾക്കാർക്കും കുശുമ്പാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ആണുങ്ങൾക്കും ഈ വയറ് കിട്ടാത്തതിന്റെ കുശുമ്പായിരിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ചിലപ്പോൾ ആണുങ്ങൾക്കും ഈ ഒരു വയറ് കിട്ടാത്തതിന്റെ കുശുമ്പായിരിക്കും. ആരും ഒന്നും പറയരുത്, തമന്നയാണ് നമ്മുടെ കേരളക്കാരെല്ലാം തമന്ന കുട്ടിയാണ്. അപ്പോൾ തമന്ന ആരൊന്നും പറയാനേ പാടില്ല. തമന്നയ്ക്ക് വിഷമം. തമന്നയുടെ വയറാണ്. വാവൂട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നും പറയുമായിരുന്നു വാവൂട്ടൻ, എന്റേത് തമന്നയുടെ വയറാണ്, തമന്നെ പോലെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നാണ് വാവൂട്ടൻ പറയാറുള്ളതാണ് ഈ ഒരു രണാസുനെ പറഞ്ഞു വന്നിട്ടുള്ളത്. ആള് അത്രയും ആണുങ്ങളുടെ ഇടയിലേക്ക് കിടന്ന് ഭയങ്കരമായിട്ടുള്ള പാട്ടും കൂത്തും ഒക്കെയാണ് നടത്തുന്നത്. അന്ന് വാവൂട്ടൻ പറഞ്ഞത് ശരി തന്നെ, കാരണം തമന്നെ പോലത്തെ വയറ് തന്നെയാണ്, തമന്നെ പോലത്തെ ഫേസ് തന്നെയാണ്. ആ ഒരു സ്ക്രീനിൽ തമന്നയുടെ പാട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു പാട്ടൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുന്നു. കാരണം ഞാൻ തമന്നെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളത് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രണാസുന എന്ത് കോമാളിത്തരാണ് കാണിക്കുന്ന നോക്കി. ഒരു ബാറിൽ പ്രൊമോഷൻ ചെയ്യാൻ പോയിട്ട് അവിടെ കിടന്ന് അത്രയും ആണുങ്ങളുടെ ഇടയിൽ കിടന്ന് ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ച് തമന്നയുടെ വീഡിയോ നോക്കി ഞാൻ തമന്നയാണോ എന്ന് പറഞ്ഞ് നോക്കി ഡാൻസ് കളിക്കുകയാണ് ചെയ്യുന്നത്. മക്കളെ പോയിട്ട് തന്നെയാണ്, ആരും ഒന്നും പറയരുത് കേട്ടോ. മക്കളെ വളർത്താനുള്ള ഒരു തത്രപ്പാടാണ്. സത്യം പറഞ്ഞാൽ പണത്തിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒറ്റ സ്ത്രീ. എന്നിട്ട് എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ട്, എനിക്ക് എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. ഈ ബാർ ഡാൻസ് സുധിച്ചേട്ടന് വേണ്ടിയിട്ട്, ഈ ഒരു ഷൂട്ടിങ്ങിൽ ആൾക്കാർക്ക് ഉമ്മ കൊടുക്കുന്നത് സുധിച്ചേട്ടന് വേണ്ടിയിട്ട്, അങ്ങനെ സകല കാര്യങ്ങളും സുധിച്ചേട്ടൻ മേളിൽ ഇരുന്നിങ്ങനെ കാണല്ലേ, അതുകൊണ്ട് അത്രയും സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് തമന്നയുടെ വീഡിയോ നോക്കുന്നുണ്ട്. ഞാൻ തമന്നയാണോ എൻ്റെ വയറ് തമന്നെ പോലെ തന്നെയാണോ ഇരിക്കുന്നതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇത്രയ്ക്കും തരം താഴ്ന്ന സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണും. ഇത്രയ്ക്കും ലോക്കലായിട്ട് പണത്തിന് വേണ്ടിയിട്ട് എന്ത് തരികിട പരിപാടിയും കാണിക്കും. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും മുന്നിലോട്ട് വരും. അതുകൊണ്ട് ഇവർക്ക് ഒന്നുമില്ല, കാരണം ഇനി ഇങ്ങനെ തന്നെ പോകും. ഇങ്ങനത്തെ ഓരോ ഇതൊക്കെയാണ്. ഇങ്ങനെ കുറച്ചു അത് കാണണമെങ്കിൽ ഇപ്പൊ നമ്മൾ അത് പോയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കും. രേണു സുധി തന്നെയാണ്. രേണു സുധീന്റെ വിഷയം കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പോ ഈ സബ്സ്ക്രിപ്ഷൻ വിഷയമായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വെക്കുന്ന പരിപാടി, കുറച്ചു വീഡിയോസ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ പുറത്ത് വരൽ തുടങ്ങി. അതിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വെച്ച ആൾക്കാർ പുറത്ത് വെക്കൽ തുടങ്ങി. ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇതൊക്കെയാണ്. ഇങ്ങനെ കുറച്ചു അത് കാണണമെങ്കിൽ ഇപ്പൊ നമ്മൾ അത് പോയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കണം. മനസ്സിലായോ? അപ്പൊ നിലവിൽ ഇപ്പൊ ഉണ്ടായിട്ട് പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോ കുറെ ആളുകൾ എതിരഭിപ്രായം പറഞ്ഞു തുടങ്ങിയപ്പോൾ രേണുവിന് കുറച്ചൊരു നെഗറ്റീവ് ഉള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറി കാര്യങ്ങൾ. അതുമല്ല, പിന്നെ സാധാരണ വീട്ടമ്മമാരൊക്കെ ഇവൾ വേറൊരു ശരീര പ്രദർശന വസ്തുവാണ് എന്ന് പറഞ്ഞു തുടങ്ങി. കുറെ പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ അതല്ല, ഈ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എത്ര പോലെ ആൾക്കാരെ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളതാളാ. അപ്പോ ഇവരെ കാണാൻ ആളുണ്ട് എന്നുള്ളതാ. മനസ്സിലായ? അപ്പൊ എത്ര കാലം ഈ ഒരു ഇതിൽ ഓടിച്ചിട്ട് പുള്ളിക്കാരത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അത്ര കാലം ഉണ്ടാക്കും. അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നാള് ഒരു ആണുങ്ങൾ പോലും നേരെ ചൊവ്വ ഇവർക്ക് വേണ്ടിയിട്ട് എതിരായിട്ട് പറയാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രയ്ക്കുള്ള പോക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ വിചാരം ഇവരെന്തോ ഭയങ്കരപ്പെട്ടൊരു സെലിബ്രിറ്റി ആണെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം സുധിച്ചേട്ടന് വേണ്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. സുധിച്ചേട്ടൻ മേളിലിരുന്നെല്ലാം കാണുന്നുണ്ട്. കാരണം എൻ്റെ ഭാര്യ രണാസുനെ എന്തെല്ലാം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മേളിലിരുന്ന് കാണുന്നുണ്ട്. അത്തികെട്ട സ്വഭാവമാണ് ഈ സ്ത്രീക്ക്. എന്ത് പറഞ്ഞാൽ പണം എവിടെ കാണുന്നോ അവിടെ ചാടും. അതാണ് ഇവരുടെ സ്വഭാവം. അല്ലാണ്ട് ഒരു ബന്ധത്തിന് ഒരു ആത്മാർത്ഥത കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. സ്വന്തം മക്കൾക്ക് പോലും ആത്മാർത്ഥത കൊടുത്തിട്ടില്ല. ആരുടെ ആത്മാർത്ഥത ഇല്ലാത്ത സ്ത്രീ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം പണമാണ് വലുത്. ദുബായിൽ ഇവർ എന്തിനാണ് ഈ ബാർ ഡാൻസ് എന്ന് പറഞ്ഞ് പോകുന്നത് പ്രൊമോഷൻ വീഡിയോയ്ക്ക്? എന്തായാലും നേരത്തെ കൂട്ടി ഒരാൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, ഒരു യൂട്യൂബർ കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്താണെന്ന് ആവുമെന്നൊന്നും അറിയത്തില്ല. കൊല്ലം സുധിയുടെ പേര് വെച്ചിട്ടുണ്ട്. അയാൾ കുറെ പേരുദോഷം കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അരിച്ച് മൺമറങ്ങി പോയതിനു ശേഷം അയാളുടെ പേര് വിറ്റിട്ടാണ് ഈ ഒരു സ്ത്രീ ഇത്രയും ലെവലിൽ എത്തിയിട്ടത്. അപ്പോൾ ലെവലെത്തിയപ്പോൾ ഇനി എന്തായാലും ഈ ഒരു സ്ത്രീ കാശ് കയ്യിൽ കിട്ടിയാൽ എന്തായാലും തിരിച്ചു വിടത്തില്ല. കാരണം കാശ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വലുതാണ്. അതുകൊണ്ട് എങ്ങനെ നടന്നാലും ഇനി കുറച്ചും കൂടി നാൾ കഴിയുമ്പോഴത്തേക്ക് കാണാം ഇവരെങ്ങനെ നടക്കുന്നത് കാണാം. അത്രയ്ക്ക് പീക്ക് ലെവലിലോട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കുട്ടിയുടെ അവസ്ഥയാണ് ആലോചിക്കുന്നത്. ആ ഒരു കുട്ടി കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു സ്ത്രീയോട് ചോദിക്കും, അമ്മ ഈ പൈസ വെച്ചിട്ടാണ് എന്നെ വളർത്തിയത്, ഇങ്ങനെ നടന്നിട്ടാണ് എന്നെ വളർത്തിയെന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കി ചോദിച്ചാൽ തീരുന്ന പ്രശ്നമാണ്. അത്രയും ആൾക്കാരുടെ ഇടയിൽ ഒറ്റയ്ക്ക് കിടന്ന് ചാടത്തുള്ളുവാണ് ബാർ ഡാൻസ് എന്നുള്ള പേരിൽ. ഇത്രയ്ക്ക് വിവരം കെട്ട ആൾക്കാരാണ് അവിടെ ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരെയൊക്കെ വിളിച്ച് അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട്
നാട്ടിൽ ബാർ ഡാൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതുവരെ പോയത്. ദുബായിൽ പോയിട്ട് ബാർ ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ബാർ ഡാൻസ് ഒന്നും പറ്റില്ല, ആരും വിളിക്കുന്നില്ല. അതുകൊണ്ട് ദുബായിൽ അന്ന് പോയി ബാർ ഡാൻസ് കളിച്ചിട്ട് കാശൊക്കെ കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ കാശുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണ് ഈ സ്ത്രീ? ഇപ്പം മനസ്സിലാവും. ഇതിനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ അതിശയം തോന്നുന്നത്. കാരണം ഇതാന്ന് പറയുകയാണ് ചറുപറ എന്നാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കയറി പോകുന്നത്. എന്ത് കാണിച്ചിട്ടാണ്, എന്ത് കണ്ടിട്ടാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ആ ഒരു അപരാധങ്ങൾ ഈ പൈസ കൊടുത്ത് കയറുന്ന ആൾക്കാർ കാണുന്നുണ്ട്. എന്താണ് ഈ ഒരു സമൂഹത്തിൽ കൊടുക്കുന്നത് ഈ ഒരു വ്യക്തികളൊക്കെ ചേർന്നിട്ട്? ഒക്കെ മനസ്സിലാവുന്നില്ല.